ക്രിക്കറ്റ് കോച്ചിങ്ങിനായി വന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ക്രിക്കറ്റ് കോച്ചായ പ്രതി മനുവിന് രണ്ടാമത്തെ കേസിലും ശിക്ഷ വിധിച്ച് കോടതി. 35 വർഷം കഠിന തടവും 66,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി അഞ്ജു മീര ബെർലയാണ് ശിക്ഷ വിധിച്ചത്. മൂന്നാമത്തെ കേസിലും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ആദ്യ കേസിലെ ശിക്ഷ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. ക്രിമിനൽ നടപടിച്ചട്ടം സെക്ഷൻ 427 പ്രകാരം പ്രതിയുടെ ഓരോ കേസുകളിലെയും ശിക്ഷാ കാലാവധി കഴിഞ്ഞതിനു ശേഷമേ ഈ ശിക്ഷകൾ നടപ്പിലാക്കണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. അത് പരിഗണിച്ചാണ് കോടതി പ്രത്യേക ശിക്ഷാ കാലാവധി വിധിച്ചത്. ഇപ്പോൾ ഇന്ന് വന്ന കേസിൽ വന്നിട്ട് പ്രതിയെ 35 കൊല്ലമാണ് ശിക്ഷിച്ചത്. അതിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ 10 കൊല്ലമായതുകൊണ്ട് 10 കൊല്ലം അനുഭവിച്ചാൽ മതി. അപ്പോൾ ഈ ശിക്ഷയെക്കുറിച്ചൊരു പ്രത്യേകതയുള്ളത്, പ്രോസിക്യൂഷൻ ഈ ശിക്ഷ ഇതിൻ്റെ കുറ്റക്കാരനെ കണ്ടെത്തിയതിന് ശേഷം വാദം പറഞ്ഞപ്പോൾ ഇതിന് പ്രത്യേകം ആദ്യത്തെ ശിക്ഷ കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നിയമത്തിൽ ക്രിമിനൽ നടപടി ചട്ടപ്രകാരമുള്ള അത് പ്രോസിക്യൂഷൻ വാദം പറയുകയുണ്ടായി. അത് കോടതി പരിഗണിച്ച് ആദ്യ കേസിൽ ശിക്ഷ അനുഭവിച്ച തീയതിക്ക് ശേഷം മാത്രമേ ഈ കേസിൽ ശിക്ഷ അനുഭവിക്കുകയുള്ളൂ എന്നൊരു വിധി കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ പ്രമുഖ ക്രിക്കറ്റ് കോച്ചിംഗ് സെന്ററിൽ 2018 മുതലാണ് കുട്ടി കോച്ചിങ്ങിനായി എത്തുന്നത്. പരിശീലനത്തിനെന്ന് പറഞ്ഞ് അവിടുത്തെ ജിമ്മിലേക്കും ബാത്റൂമിലേക്കും കൊണ്ടുപോയാണ് കുട്ടിയെ ലൈംഗികമായി ഇയാൾ പീഡിപ്പിച്ചത്. ഇതുകൂടാതെ കുട്ടിയുടെ നഗ്ന ഫോട്ടോയും വീഡിയോയും പ്രതിയെടുക്കുകയും മറ്റൊരു കേസിലെ അതിജീവിതയെ ഭീഷണിപ്പെടുത്തി ഈ കേസിലെ അതിജീവിതയുടെ നഗ്ന വീഡിയോ എടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിയുടെ ഇഷ്ടത്തിന് വഴങ്ങാതിരുന്ന പെൺകുട്ടിക്ക് പിന്നീട് പ്രതി ശരിയായ കോച്ചിംഗ് കൊടുക്കാതെയായി. 2019 കുട്ടി കോച്ചിങ്ങിനായി മറ്റൊരു സ്ഥലത്തേക്ക് പോയി. പീഡനം പുറത്തു പറഞ്ഞാൽ ക്രിക്കറ്റ് ഭാവി തകർക്കുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ കുട്ടിക്ക് പുറമെ കോച്ചിംഗ് സെന്ററിലെത്തിയ 5 കുട്ടികളെ കൂടി പ്രതി പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട്. 2024 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പെൺകുട്ടികളുടെ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പങ്കെടുക്കാനെത്തിയ പീഡനത്തിൽ ഇരയായ ഒരു പെൺകുട്ടി വർഷങ്ങൾക്ക് ശേഷം പ്രതിയെ കണ്ടതിനെ തുടർന്ന് ഭയന്ന് ബഹളം വെച്ചിരുന്നു. ഇതോടെയാണ് പീഡന വിവരങ്ങൾ പുറത്തറിയുന്നതും ഓരോ കുട്ടികളും പരാതി നൽകുന്നത്. ഇതുവരെ 4 കേസുകളുടെ വിചാരണ പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ ഒരു കേസിൽ പ്രതി ഇതേ കോടതി തന്നെ ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. കുറ്റക്കാരനെ കണ്ടെത്തിയ മൂന്നാമത്തെ കേസിലും ശനിയാഴ്ച വിധി പറയും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.